റെയിൽവേ സ്റ്റേഷന്റെ ചോർച്ച പരിഹരിക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ജനപ്രതിനിധികൾക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നെന്താ സ്ഥിതി? ഇന്ന് പുതിയ റെയിൽവേ സ്റ്റേഷൻ അത് അമ്പലത്തിന്റെ മാതൃകയല്ല, ക്ഷേത്രത്തിന്റെ മാതൃകയല്ല, അന്താരാഷ്ട്ര നിലവാരമുള്ള വിമാനത്താവളങ്ങൾക്ക് സമാനമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂരിൽ സൃഷ്ടിക്കുന്നത്. അത് നരേന്ദ്രമോദി ആയിരക്കണക്കിന് പദ്ധതികൾ 554 പദ്ധതികൾ ഭാരതത്തിൽ പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അത് പറയാനുള്ള ഇച്ഛാശക്തിയെങ്കിലും ദയവായി ജനപ്രതിനിധികൾ കാണിക്കണം, അതിനുള്ള മര്യാദയെങ്കിലും കാണിക്കണം. അത് പറയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. അത് പറയാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി നടപ്പിലാക്കിയ പദ്ധതിയുടെ ഭാഗമാണ് പുതിയ ട്രെയിനുകൾ, വന്ദേ ഭാരത്, ചെങ്ങന്നൂരിലെ സ്റ്റോപ്പ്, ഇതുപോലെയുള്ള പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ചെങ്ങന്നൂരിന്റെ റെയിൽവേ സ്റ്റേഷന്റെ പദ്ധതി ഇവിടെ ഒരാളുടെ ശ്രമഫലമായിട്ടുണ്ടായതല്ല എന്ന് അസന്നിഗ്ധമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാർ ശബരിമലയുടെ ഗേറ്റ് വേ ആയിട്ടുള്ള ചെങ്ങന്നൂരിനെ ആ തരത്തിൽ പരിഗണിച്ചുകൊണ്ടാണ് ഈ ചെങ്ങന്നൂരിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ പാഴ്സൽ സർവീസ് നിർത്തിയല്ലോ, എന്താ പുനഃസ്ഥാപിക്കാത്തത്? ഞങ്ങൾ പുനഃസ്ഥാപിക്കും. കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തും. നരേന്ദ്രമോദി സർക്കാർ ഇനിയും തുടരുക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. ഈ റെയിൽവേ സ്റ്റേഷന്റെ വികസനം യാഥാർത്ഥ്യമാക്കും, പാഴ്സൽ സർവീസ് ആരംഭിക്കും. ഇവിടെ ഈ 212 കോടി കൊണ്ട് ഒന്നും തൃപ്തിപ്പെടുന്നില്ല ചെങ്ങന്നൂരിലെ ജനങ്ങൾ. ചെങ്ങന്നൂരിൽ എല്ലാ ട്രെയിനുകൾക്കും പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉൾപ്പെടെ ചെറുനാട് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ വികസിപ്പിച്ചുകൊണ്ട് എത്ര പദ്ധതികളാണ് ചെറുനാട് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്? നടപ്പിലാക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞു? പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഭരണത്തിന്റെ ചരിത്രത്തിലാദ്യമായി റെയിൽവേ എടുത്ത നടപടി, നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടി കൊണ്ടാണ് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കോടാനുകോടി രൂപ ഇനിയും മുടക്കിക്കൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഈ റെയിൽവേ സ്റ്റേഷനെ ഉയർത്താൻ ഈ നരേന്ദ്രമോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങൾ മനസ്സിലാക്കണം, നരേന്ദ്രമോദി സർക്കാർ ജനങ്ങളോടൊപ്പമാണ്. അതുകൊണ്ടാണ് ചെങ്ങന്നൂരിന്റെ റെയിൽവേ സ്റ്റേഷന്റെ വികസനം ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ നാട്ടിലെ ചെങ്ങന്നൂരിലെ ജനങ്ങളുടെ നന്ദി നരേന്ദ്രമോദി സർക്കാരിന്റെ, നരേന്ദ്രമോദിയെ, റെയിൽവേ മന്ത്രാലയത്തെ അറിയിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ബോലോ ഭാരത് മാതാ കി ജയ്.